അങ്ങനെ ഗവിയിലും 4G ടവർ സ്ഥാപിച്ച് സ്റ്റാർ ആയിരിക്കുകയാണ് BSNL. ടവർ സ്ഥാപിക്കുന്നതിന് 2022 നടപടികൾ ആരംഭിച്ചെങ്കിലും ഗവി ഉൾപ്പെടുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഉള്ളിലായതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമായിരുന്നു. ഇത് ലഭിക്കുന്നതിന് കാലതാമസമുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിയമക്കുരുക്കുകൾ മാറിയതോടെ ഗവി ഇനി പരിധിക്ക് പുറത്തല്ല. നിയമക്കുരുക്കുകൾ മാറി ടവർ നിർമ്മാണം പൂർത്തിയാക്കി BSNL അധികൃതർ ടവർ സ്ഥാപിക്കുന്നതിന് 2022 തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. ഗവി ഉൾപ്പെടുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഉള്ളിലായതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ഇതിന് ആവശ്യമായിരുന്നു. അതാണ് കാലതാമസം ഉണ്ടായെന്ന് BSNL പറയുന്നു. നിയമ സാധ്യതകളെല്ലാം ഓക്കെ ആയി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചു. തുടർന്ന് BSNLന്റെ മേൽനോട്ടത്തിൽ ടവറിൻ്റെ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്ത് ടവർ നിർമ്മാണം പൂർത്തീകരിച്ചു. 60 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നിർമ്മാണ ചെലവെന്ന് BSNL അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാര മേഖലയായ ഗവി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. ലോക ശ്രദ്ധയാകർഷിച്ച സഞ്ചാരികളുടെ മനം കവരുന്ന ആകർഷണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകൾ ഗവിയിലെത്താറുണ്ട്. പത്തനംതിട്ടയിലെ ആങ്ങമുഴി ചെക്ക് പോസ്റ്റ് വഴി ഗവി കണ്ട് വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ വഴി ദിനംപ്രതി സഞ്ചാരികൾ മടങ്ങിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുമളി, വണ്ടിപ്പെരിയാർ, വള്ളക്കടവ് വഴിയും നിരവധി വിനോദസഞ്ചാരികൾ ഗവിയിലെത്തുന്നുണ്ട്. പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ നടുവിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ KFDCയുടെ ഏലത്തോട്ടത്തിൽ 200ഓളം തൊഴിലാളികളും 20-നടുത്തായി ജീവനക്കാരുമുണ്ട്. ബാങ്ക്, സ്കൂൾ, കോളേജ്, വൈദ്യുതി വകുപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് സമീപ ജില്ലയായ ഇടുക്കിയെയാണ്. ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിന് 24 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇവർക്ക് ഒരു പ്രാവശ്യം വന്നാൽ പുറം ലോകത്തെ ബന്ധപ്പെടുന്നതിനായി ഒരു മാർഗവുമില്ല. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും നിരന്തരമായ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അങ്ങനെ ഗവി ടൂറിസം മേഖല ഇനി മുതൽ BSNL മൊബൈൽ ഫോൺ റേഞ്ചിൻ്റെ പരിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗവി നിവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹം സഫലമാക്കി. 4G ടവറിൻ്റെ ഉദ്ഘാടനം ആൻ്റോ ആൻ്റണി MP നിർവഹിച്ചു. ഗവിയിൽ നിന്നും കൊച്ചുപമ്പ വരെയുള്ള പ്രദേശങ്ങളിൽ സിഗ്നൽ സുഗമമായി ലഭിക്കുമെന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇൻ്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ ലഭിച്ചു തുടങ്ങിയതായി BSNL അറിയിച്ചു. പുതിയ ടവർ വന്നതിൽ ഏറ്റവും പ്രയോജനം ലഭിക്കുന്നത് ഗവി സ്കൂളിലെ കുട്ടികൾക്കാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ആയതോടുകൂടി കുട്ടികളുടെ പഠന നിലവാരവും ആധുനിക രീതിയിൽ സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. KFDC തോട്ടം തൊഴിലാളികൾ, ഗവി ടൂറിസവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ KSEB, പോലീസ് വകുപ്പ് തുടങ്ങിയ ജോലിക്കാർക്ക് ടവറിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ഉപയോഗം ആകുമെന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. മൂഴിയാർ കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രമായിരുന്നു മുൻപ് സിഗ്നൽ കിട്ടുക. ബൂസ്റ്റർ സംവിധാനം ഉപയോഗിച്ചാണ് വളരെ ദൂരത്തിൽ ഗവിയോട് ചേർന്ന ഭാഗങ്ങളിൽ മുമ്പ് സിഗ്നൽ എത്തിച്ചിരുന്നത്. പുതിയ ടവർ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ഗവിയുടെ മിക്ക പ്രദേശങ്ങളിലും സിഗ്നൽ ലഭിക്കുമെന്ന് BSNL ജനറൽ മാനേജർ സാനു ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഗവി നിവാസികളുടെ ചിരകാല സ്വപ്നമായ മൊബൈൽ കവറേജും ഇൻ്റർനെറ്റും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് BSNL. 127 കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്. ദിവസേനയുള്ള 2 KSRTC സർവീസുകൾ ഒഴിച്ചാൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പുറത്തു കടക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു സ്ഥലമാണ് ഗവി. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെ അധിവസിക്കുന്ന ആൾക്കാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഒരു കോൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിനൊരു പരിഹാരവുമായി BSNL ഇതാ ഒരു സ്റ്റാറായി മാറി ഇവരുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രൈവറ്റ് കമ്പനികളായ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് ഇതുവരെ ഈ ഗവി പ്രദേശത്ത് സിഗ്നൽ എത്തിക്കാനോ സിഗ്നൽ നൽകാനോ അല്ലെങ്കിൽ സിഗ്നൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. BSNL ആണ് അതിനും ഒരു പരിഹാരമായി മുൻപോട്ടെത്തി പുതിയ ടവർ സ്ഥാപിച്ച് തന്നെ അവർക്ക് 4G കണക്ടിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BSNLൻ്റെ ഈ ഒരു സംഭവത്തിന് നല്ലൊരു സല്യൂട്ട് കൊടുക്കുന്നു. കാരണം BSNL ഈ ഒരു ആൾക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി നെറ്റ്വർക്ക് കണക്ടിവിറ്റി, അതും 4G കണക്ടിവിറ്റി തന്നെ കിട്ടിയപ്പോൾ 3G അല്ല 4G കണക്ടിവിറ്റി തന്നെ അവർക്ക് കൊടുക്കാൻ സാധിച്ചു. എന്തായാലും BSNL പറഞ്ഞ പോലെ ഡിസംബറോടുകൂടി മിക്ക സ്ഥലങ്ങളിലും 4G ആക്കുമെന്ന കാര്യത്തിൽ ഈ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ജനുവരി, ഫെബ്രുവരി മാസത്തോടുകൂടി 5G അവർ സ്റ്റാർട്ടിങ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ BSNL ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.